സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈവ് പോലാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളോട് രണ്ടുപേരും കൂടെ ഉണ്ട്. ഞാൻ എന്തായാലും അവരെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സിവിക്ക്. ഇത് ഗൈസ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. പുറത്തോടെ പോയാലും ഇതെടുത്തുകൊണ്ടാണ് പോകുന്നത്. പിന്നെ നമ്മളിവിടെ വന്നവന്മാർ ഇതാണ് ഈ പജേറോയും, ബേക്കിലൊരു പജേറോ ഉണ്ട്, നീല പജേറോയും ചുവന്ന പജേറോയും ഗൈസ്. ഇത് രണ്ട് കളറാണ്. നീലയുടെ ഓണറാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത്. ഇനി ചുമപ്പിൻ്റെ ഓണർ ഇതായി നിൽക്കുന്നതാണ്. കരോട്ടയുടെ ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ നിൽപ്പുണ്ട്. ചേച്ചി നമ്മളെന്തായാലും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ കേസ് നമ്മൾ കൂടുതലേറെ ഇവിടെ നിൽക്കുന്നില്ല. നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോവാം. അപ്പോൾ നേരെ വണ്ടി കയറട്ടെ. കേസ് എനിക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മളിങ്ങോട്ട് വരുന്ന വീഡിയോ എടുത്തതാണ് ഞാൻ, പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി കേസ്. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സിറ്റിയിലാണ്. ഏതായാലും ഇനി ഇവിടെ തൊട്ടുള്ളത് എടുക്കാം. കേസ് ഞാൻ ഫുള്ള് വർത്താനമൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. പിന്നെ നോക്കുമ്പോൾ കേസ് അത് റെക്കോർഡാവാത്ത എന്തോ സീനായിപ്പോയി, അതുകൊണ്ട് നടന്നില്ല അത്. എന്തായാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പജേറോയിലായിരിക്കും കേസ്. എന്തായാലും കാരണം ആ മച്ചാൻ എന്നോട് പറഞ്ഞ് സിവിക്ക് ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും കൊടുത്ത് നമ്മളെന്തായാലും ഈ കാണുന്ന പജേറോയിലാണ് പോകുന്നത്. സോ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചെറിയൊരു സീനുണ്ട് ഗൈസ്. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻറ്റീരിയർ കാണാൻ പറ്റൂല. നമ്മുടെ വണ്ടിയായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അതാണ്ട് ഒരുത്തരത് അവിടെ അടിച്ചിരിപ്പുണ്ട്, കകള് കണ്ടു കാണും. അതായത് നമ്മൾ നേരെ പോവാണ്. ഈ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് വഴി അറിയത്തില്ല. നമുക്ക് ആരെങ്കിലും പുറകെ പോയാലേ അവിടെ എത്തുള്ളൂ. അതുകൊണ്ട് ആ സിവിക്കിനോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സിവിക്ക് അവിടെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും അതിനെ കയറ്റി വിടട്ടെ. ഈ സിവിക്ക് ഇപ്പോൾ ഫ്രണ്ടിൽ കയറി പോകുന്നുണ്ട്. നമുക്ക് വഴി അറിയാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാതായി പോയത് കേസ് എനിക്ക് വല്ലാത്തൊരു ഇതായി പോയി. കാരണം രാത്രിയിരുന്ന് പോകാനൊരു വൈബില്ലാതായി. എന്തായാലും സീനില്ല കേസ്, ഉള്ളതൊക്കെ വെച്ച് നമുക്ക് എടുക്കാം. ചേട്ടാ അത് എന്നതാടാ അത്? എൻ്റെ മോനെ, ഇമാരൊക്കെ ചാകാൻ പോവാന്ന് തോന്നുന്നത്. തടുത്തവും പറക്കുന്നുണ്ട് സിവിക്ക് കൊണ്ട്. അതാണ് നമ്മുടെ വണ്ടിയാണ് കൊണ്ട് ഇടിച്ചിടുവാവോ. അതാ അയ്യോ, ഈ ചൈന നോക്കി പോയിട്ട് നമ്മൾ നൈസായിട്ടൊന്ന് ചാമ്പി. എടാ ഇവൻ എന്നാടാ കേസ്, വല്ല ഡ്രിഫ്റ്റും ചെയ്ത് നടന്നവനാന്ന് തോന്നുന്നത്. അയ്യോ, കണ്ടോടത്തെല്ലാം കറക്കിക്കൊണ്ട് നടക്കുന്നത് ഇവൻ. എന്തായാലും കൊള്ളാം. നമുക്ക് നൈസായിട്ട് അവനെ ഓവർടേക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. പക്ഷെ നമ്മളൊന്നും കൂടി ഇടിച്ച സമയത്ത് അവൻ വീണ്ടും കയറിപ്പോയിട്ടുണ്ട്. ആ സിവിക്ക് നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ സിവിക്കിനെ നോക്കിയാണ് പോകുന്നത്. അതുകൊണ്ട് സിവിക്ക് നമ്മളെ നോക്കി നിൽക്കുന്നതാണ്. കാരണം സിവിക്കിനെ വഴി അറിയുള്ളൂ. കേസ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ ആണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ, നമ്മുടെ മാത്രമല്ല ഉമ്മാരുടെ വണ്ടിയിലും എണ്ണ കുറവാണ് കേസ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു പമ്പുണ്ട്, ഇവിടെ കയറ്റി എണ്ണ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്തായാലും ഞാൻ നൈസായിട്ട് ആദ്യം കയറട്ടെ. സിവിക്കിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചേടാ ഇപ്പം ഭയങ്കര ചൊറയാണല്ലോ. പറന്ന് ഇവൻ എങ്ങോട്ടാണോ കയറുന്നത്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് എണ്ണ അടിക്കാം. യെസ്, ഞാനിവിടെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് വഴി അറിയില്ല. അതുകൊണ്ട് ഉമ്മാർ വന്നാലേ പോകാൻ പറ്റൂ. ഇപ്പോൾ ബേക്കിൽ നോക്കുവാണെങ്കിൽ പജേറോ ഫുൾ ടാങ്ക് അടിച്ചെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സിവിക്ക് ഇപ്പോൾ വരുമായിരിക്കും കേസ്. എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. എൻ്റെ ഒരു ഊഹം വെച്ച് എങ്ങോട്ടെങ്കിലും ആയിരിക്കും പോകണ്ടേ. എന്തായാലും ഇങ്ങോട്ട് കയറി പോവാം. ഓക്കെ, സിവിക്ക് പുറകെ വരുന്നുണ്ട് ഗൈസ്. ആ പജേറോവിൻ്റെ പോക്ക് കണ്ടിട്ട് ആ മരത്തിലിടിച്ചിട്ടുണ്ടത്. പിന്നെ നമ്മുടെ സിവിക്ക് അവിടെ നിന്ന് കയറുന്നില്ലെന്ന് പുള്ളി പറയുന്നുണ്ട്. എന്തായാലും സിവിക്ക് കയറട്ടെ കേസ്, എന്നിട്ട് പോവാം. കേസ് നമ്മൾ വീണ്ടും ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഈ പജേറോയിലെ പുള്ളി പറഞ്ഞ് കേസ് അങ്ങോട്ടാണ് പോകേണ്ടത്. എന്നിട്ട് നേരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അപ്പുറത്ത് പോവുകയാണെങ്കിൽ സിവിക്ക് അപ്പുറത്തോട്ടും പോയി. അതായത് സിവിക്ക് റൈറ്റിലോട്ടും പോയി, പജേറോ ലെഫ്റ്റിലോട്ടും പോയി. ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇമ്മാരെ നോക്കി ഇങ്ങനെ നടുക്ക് തന്നെ നിൽക്കുക. യെസ്, എന്തായാലും ലാസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ സിവിക്കിൻ്റെ വഴിയാണ് യെസ് കറക്റ്റ്. എന്തായാലും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. പജേറോ ഇപ്പോൾ ബേക്ക് വരുമായിരിക്കും. യെസ്, നമ്മുടെ സിവിക്ക് പറന്ന് പോയിട്ടുണ്ട്. എന്തായാലും അതിനെ കിട്ടുമൊന്നുമില്ല കേസ്. കാരണം എൻജിനൊക്കെ ചെയ്ത് വെച്ച വണ്ടിയാണ്. അതാണെങ്കിൽ പോകുന്ന വഴിക്കെല്ലാം ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ടാണ് കേസ് പോകുന്നത്. എന്തായാലും നമ്മൾ സ്ഥലം എത്താനായിട്ടാണോന്ന് എനിക്ക് തോന്നുന്നത്. അതാ ഇവനെ കൊണ്ട് അവൻ പിന്നെയും കയറിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. എന്തായാലും നോക്കട്ടെ. അവൻ എന്തായാലും സൈഡിൽ ഒതുക്കി കേസ് നമ്മളെ കയറ്റി വെട്ടാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. ഇത് പെട്ടെന്നെടുത്തൊരു ഡ്രൈവ് ആയതുകൊണ്ട് കറക്റ്റ് സെറ്റായിട്ടില്ല. വിചാരിച്ച പോലെ ഒന്നും ആയിട്ടില്ല. ഞാൻ വിചാരിച്ചത് നമ്മൾ വരുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തി ലൈനപ്പൊക്കെ ആയിട്ട് പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കേസ് ഓർത്തേ. പക്ഷെ ഒന്നും നടന്നില്ല. അതിനിടയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന വീഡിയോ പോലും കിട്ടിയില്ല ഗൈസ്. മൊത്തം സീനായി.
ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പം വളഞ്ഞ് ലാസ്റ്റ് ടോപ്പിലെത്തും കേസ്. അവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു കിട്ടുന്ന സ്ഥലം, അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേസ് ഈ ഡ്രൈവ് അങ്ങനെ സെറ്റായിട്ടില്ല. അത് അടുത്ത ഡ്രൈവ് നമുക്ക് എന്തായാലും സെറ്റാക്കാം. നമ്മുടെ പജേറോ ഇതാ അവിടെ പാർക്കിട്ടടിച്ചെന്ന് തോന്നുന്നു. ആ പജേറോ ഭയങ്കര സ്കില്ലാണ് കേസ്. ഡ്രൈവറിന് ഭയങ്കര സ്കില്ല് കൂടി എൻ്റെ കളി കളിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഗൈസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പജേറോവിനെ ഫ്രണ്ടിൽ കയറ്റി വിടാം, എന്നാലേ അതിൻ്റെ കളികളൊക്കെ കാണാൻ പറ്റുള്ളൂ. അതിൽ ഇവിടെ ഒരു വളവുണ്ട്, നമ്മൾ കയറി വന്ന പോലെ തന്നെയാണ് ഗൈസ് ഇതും. എന്തായാലും മെല്ലെ കയറി പോവാം. ഇതിൻ്റെ ആണെങ്കിൽ ഇൻറ്റീരിയർ കാണാൻ പറ്റാത്തപ്പോൾ എന്തോ പോലെ. ഇൻറ്റീരിയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നൈസായേനെ. അതിന് സിവിക്കിനെ ഇതുവരെ കണ്ടില്ല കേട്ടോ. സിവിക്ക് ഇങ്ങോട്ട് ഇനി കയറുന്നില്ല, എന്താണെന്നൊന്നും അറിയില്ല. അതായത് നമുക്കിങ്ങോട്ട് ഒതുക്കിയിട്ട് മറ്റേ പജേറോവിനെ ഫ്രണ്ടിൽ കയറ്റി വിടാം. ഗൈസ് പുറകെ വരുന്നുണ്ട്, കയറിപ്പോകുമെന്ന് നോക്കട്ടെ. ഗൈസ് ഇപ്പോൾ ഗ്ലാസ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ടാണ് വരുന്നത്. കയറിപ്പോയിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഗൈസ് ഇതിൻ്റെ കുറേ സ്കില്ലുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിയോ, എന്തെങ്കിലുമൊക്കെ കാണിക്കും ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ഡ്രിഫ്റ്റ് അടിച്ച് കയറി പോകുന്നുണ്ട്. ഇവനൊരു ഡ്രിഫ്റ്ററാണ് ഗൈസ് എന്തായാലും തോന്നുന്നത്. പജേറോ ഒക്കെ ആയിട്ട് ഡ്രിഫ്റ്റ് അടിച്ച് പോകണമെങ്കിൽ കേസ് അവൻ ആരാ കേസ് സീൻ തന്നെ അവൻ. അത് അവൻ കൊണ്ട് നിർത്തിയത് നോക്ക്, അതിനേക്കാളും സീന്. അതായത് നമ്മളിതുവരെ സിവിക്കിനെ കണ്ടില്ലേ, സിവിക്ക് ഇങ്ങോട്ട് കയറിയില്ലേ എന്താണെന്നറിയില്ല എനിക്ക്. അതായത് നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം നൈസായിട്ട്. കേസ് ഞാനവിടെ റിവേഴ്സ് അടിച്ച് മറ്റേ പജേറോയുടെ കൂടെ ഇടുവാണ്. അപ്പോൾ നമ്മുടെ സിവിക്കിനെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. സിവിക്ക് കയറി വന്നിട്ടുണ്ട്. സിവിക്ക് എന്തായാലും കയറി വരേണ്ടതല്ല കേസ്, കാരണം ടയർ 0 ആണ് അതിൻ്റെ. അത് ഡ്രിഫ്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും എങ്ങനെയും കയറ്റിക്കൊണ്ട് വന്നതായിരിക്കും. ഗൈസ് വീഡിയോയുടെ തുടക്കത്തിൽ പറ്റിയ പോലെ തന്നെ ലാസ്റ്റ് ഒരു പണി കിട്ടി. സംഭവം വേറെ ഒന്നുമില്ല, എല്ലാവരും ഇവിടെ എത്തി. ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നൈസായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു ഗൈസ്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഓട്ടോ ബൈക്കായി സീനായി. ഇപ്പോൾ എല്ലാം കൂടെ ഓട്ടോ ബൈക്കായിട്ട് ഇറങ്ങിപ്പോകും ഗൈസ്. പിന്നെ തിരിച്ചു വരുന്നതിലും ഭേദം വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്ന് ഓർത്ത്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇതിലും നല്ല ഡ്രൈവായിട്ട് വരാമെന്ന് പറയാം ഗൈസ്. നടക്കുമോ അതൊന്നും അറിയില്ല. ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് ഇന്നിറങ്ങിയിട്ട് ഇന്നിങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് തന്നെ കാര്യം. അടുത്ത വീഡിയോ കാണാം.